അപ്പോൾ ഇന്ന് വൈകുന്നേരം സൈമൺ ചേട്ടൻ്റെ കടയിൽ പോയി ഇപ്പോൾ കണ്ട കുമ്പളങ്ങയാണ് നെയ്ക്കുമ്പള കേട്ടോ. ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും നല്ല നാടൻ ചേമ്പും കിട്ടി. അത് രണ്ടും കൂടെ ഉച്ചയ്ക്ക് കൂടിന് നല്ലൊരു മോരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് കുമ്പളങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് പച്ചമുളക്, കറിവേപ്പില, ചേമ്പ് ഇതെല്ലാം കൂടെ മഞ്ഞപ്പൊടി, മുളക് പൊടി ഉപ്പിട്ടിട്ട് കുക്കറിലൊരു വിസിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. കുറച്ച് ജീരകം, തേങ്ങ, അതുപോലെ തന്നെ കുറച്ച് കാന്താരി മുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പേസ്റ്റ് രൂപത്തിൽ. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച കഷ്ണത്തിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. മോരിപ്പോൾ ചേർക്കില്ല. മോര് നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം മോരൊഴിച്ച് നമുക്ക് അതിലേക്ക് വറവിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്കുള്ള അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് അതിലേക്കുള്ള കടുക്, മുളക്, ഇതിൽ കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പിഞ്ച് നമ്മുടെ മോര് കറിക്ക് ടേസ്റ്റ് കൂടും. അതിനുശേഷം കടുക്, മുളക്, ഉലുവ, കരിവേപ്പില ഇതെല്ലാം നമുക്ക് ഒന്ന് വറവിനായിട്ട് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ അതിലേക്കുള്ള മോരൊന്ന് കടഞ്ഞെടുക്കുകയാണ്. നല്ല പുളിച്ച മോരാണ് കേട്ടോ അതിലേക്ക് ചേർക്കേണ്ടത്. ഇത് പുളിശ്ശേരി അല്ല, അതുകൊണ്ട് തന്നെ കുറച്ച് പുളിയുള്ള മോരാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂടുക കേട്ടോ. അപ്പോൾ ഈ ചേമ്പിൻ്റെ കാലൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ മോര് കറികളൊക്കെ വെക്കാനായിട്ട് നല്ല നാടൻ ചേമ്പ് കിട്ടും ഈ സമയത്ത്. അപ്പോൾ അങ്ങനെ വെച്ചതാണിത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ മോര് കറി അവിടെ ശരിയായി വരുന്നുണ്ട്. ഇതിലേക്ക് തൈരും കൂടെ മോരും കൂടെ ചേർത്ത്, മോര് ഞാൻ കടഞ്ഞെടുക്കുകയാണ് പതിവ് കേട്ടോ. നല്ലോണം കടഞ്ഞെടുത്ത പുളിച്ച മോര് ഇതിലേക്ക് ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മോര് കറി ഇവിടെ രുചികരമായ കുമ്പളങ്ങയും ചേമ്പും കൂടിയിട്ടുള്ള മോര് കറി റെഡി ആയിട്ടുണ്ട്. ഈ നെയ്ക്കുമ്പളം എന്ന് പറയുന്നത് നല്ല ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അതിൻ്റെ തൊലി കുറച്ച് കട്ട് ചെയ്തിട്ടാണ് എനിക്ക് തോന്നിയത്. മറ്റേ കുമ്പളങ്ങയിലും ചെത്തിയപ്പോൾ അധികം വലിപ്പമില്ല കേട്ടോ. ഒരു കുമ്പളങ്ങ ഒരു കറിക്കേ നമുക്ക് ഉണ്ടാവുള്ളൂ, അത്രയ്ക്കേ ഉണ്ടാവുള്ളൂ അതിൻ്റെ വലിപ്പം. ഇതിലേക്ക് നമുക്ക് വറവും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ കുമ്പളങ്ങയും ചേമ്പും കൂടിയിട്ടുള്ള അടിപൊളി മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ, താങ്ക് യു.